കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയില്ലാത്തതോ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ ചൂഷണമൊക്കെയാണ് പലപ്പോഴും കർഷകരെ ഇതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും പിന്നോട്ടടിക്കാതെ തൻ്റെ തന്നെ വഴിയിലൂടെ തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്ന ഒരാളുണ്ട്. വയനാട് കമ്മനയിലെ കർഷകനായ CK പൈലി. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടും. കമ്മന കാവണക്കുന്നിലെ പൈലിയുടെ വീട്ടിലെത്തിയാൽ കൈ നിറയെ പച്ചക്കറിയും വാങ്ങി മടങ്ങാം. ഇനി വീടുകളിലോ ഹോട്ടലുകളിലോ പച്ചക്കറി എത്തിച്ചു നൽകണമെങ്കിൽ പൈലി തന്നെ അതിനും സംവിധാനം ഒരുക്കും. വൈകുന്നേരം ഇരുചക്രവാഹനത്തിൽ ടൗണിലെത്തിച്ചു പച്ചക്കറി വിൽപ്പനയുണ്ട്. 15 സെന്റ് സ്ഥലത്ത് 20ഓളം ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. പലപ്പോഴും ആവശ്യക്കാർക്ക് നൽകാൻ പച്ചക്കറി തികയുന്നില്ലെന്ന് പൈലി പറയുന്നു. ഹോട്ടലുകളുണ്ട്, ക്വാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി എനിക്ക് തികയില്ല. ഈ ബാലൻസ് വരുന്ന കണ്ടമാനം പറിക്കാനുള്ള ദിവസം ഒരുപാട് എന്താ പറയുക, സീസൺ ആയി കഴിഞ്ഞാൽ തീരാത്ത സാധനം ടൗണിൽ എവിടെയെങ്കിലുമൊക്കെ മുക്കിലും മൂലയിലൊക്കെ വെച്ച് സ്കൂട്ടിയിൽ നിർത്തി വിൽക്കുന്ന ഒരു രീതിയാണ് എൻ്റെ. ഇടനിലക്കാരില്ലാത്തതിനാൽ മികച്ച വരുമാനം നേടാനാകുന്നുണ്ടെന്നും ഈ കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. കടയിൽ ഇപ്പോൾ പയറിന് 80 രൂപ 90 രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഇങ്ങോട്ട് തരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ 50 രൂപയ്ക്കാണ് പയർ വിൽക്കുന്നത്. 1 കിലോ പയർ വിൽക്കുന്നത് 50 രൂപയ്ക്കാണ്. ഭാര്യ ഷേളിയും വിദ്യാർത്ഥിയായ മകൻ രഞ്ജിത്തും കൃഷിയിൽ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. കൃഷി വകുപ്പും പൈലിക്ക് എല്ലാ സഹായവും നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. അപ്പോൾ കമലുണ്ട്. കമൽ, ഇങ്ങനെയൊക്കെ സ്വന്തം നിലയ്ക്ക് നമ്മുടെ വിപണി കണ്ടെത്തുക, അല്ലേ, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിൽക്കാനുള്ള സാധ്യത കണ്ടെത്തുക എന്നതാണ് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തെ കണ്ട് കൂടുതൽ ആളുകൾക്ക് അങ്ങനത്തെ വഴികളൊക്കെ തോന്നട്ടെ. എത്ര കാലമായി അദ്ദേഹം ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് തന്നെ ഉൽപ്പന്നങ്ങളൊക്കെ വിപണിയിലേക്ക് എത്തിക്കുന്നു? നമ്മൾ കർഷകരോടൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ് ഇടനിലക്കാരുടെ ചൂഷണത്തെ പറ്റി. ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭ്യമല്ലാത്തതിനെക്കുറിച്ച്, മികച്ച വില കിട്ടാത്തതിനെക്കുറിച്ച്. പക്ഷേ ഈ വയനാട് കമ്മനയിലെ പൈലിച്ചേട്ടനെ സംബന്ധിച്ച് വിപണിക്ക് വേണ്ടി കാത്തു നിൽക്കലൊന്നുമില്ല. പച്ചക്കറി ഉണ്ടാക്കുന്നു, അത് നേരെ അദ്ദേഹം തന്നെ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ്. വീട്ടിൽ തന്നെ ഒരു വിൽപ്പനശാലയാണ്. അവിടെ എത്തിയാൽ ആർക്കും പച്ചക്കറി തൂക്കി വാങ്ങിക്കാം. അതിന് മിതമായ വിലയെ ഈടാക്കുന്നുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി വാങ്ങിക്കുകയും ചെയ്യാം. ഇനി വീട്ടിൽ പോകാൻ പറ്റാത്തവർക്ക് അദ്ദേഹത്തിന് സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ പച്ചക്കറി വാങ്ങുന്ന വീടുകളുണ്ട്, ഹോസ്റ്റലുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അവിടേക്കൊക്കെ പൈലിച്ചേട്ടൻ നേരിട്ട് പച്ചക്കറി ഫ്രഷായി ഫാമിൽ നിന്ന് പറിച്ച് എത്തിച്ചു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായാലും പച്ചക്കറി ബാക്കിയുണ്ടെങ്കിൽ അത് സ്കൂട്ടറിൽ വെച്ച് നേരെ ഒറ്റ പോക്കാണ് ടൗണിലേക്ക്. അവിടെ റോഡരികിലേക്ക് നിർത്തിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ആ പച്ചക്കറി അങ്ങ് വിറ്റ് തീർക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. കൃഷി ഉൽപ്പാദനം മാത്രമല്ല, വിപണനം കൂടി അദ്ദേഹം തന്നെ നിർവഹിക്കുന്നു. അതിലേറ്റവും സന്തോഷമായത് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഈ വരുമാനത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും ഒന്നും അല്ല അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ വിപണിയിൽ നേരിട്ട് വിൽപ്പന നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഓരോ ദിവസവും പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നതാണ് അദ്ദേഹം ഏറ്റവും വലിയ സന്തോഷമായി പറയുന്നത്. വാങ്ങാൻ പുതിയ ആളുകൾ വരുന്നു, അവരൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു, കൃഷിയെക്കുറിച്ച് ചോദിക്കുന്നു, കൃഷിയിടം എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിലാണ് അദ്ദേഹം പ്രധാനമായും ആനന്ദം കണ്ടെത്തുന്നത്. എന്തായാലും കർഷകർക്ക് മാതൃകയാക്കാവുന്ന ഒരു രീതി തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നത്. എല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് അന്നന്ന് വിറ്റഴിക്കുന്ന ഒരു രീതിയാണ് പിന്തുടരുന്നത്. നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നുണ്ട്, നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നു എന്നൊരു സന്തോഷം കൂടി അദ്ദേഹം അഡീഷണൽ ആയി പങ്കുകയാണ്. ശരി കമൽ.